ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ കക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. അതിനാവശ്യമായത് തോടോടുകൂടിയുള്ള കക്ക വാങ്ങി കഴുകി വൃത്തിയാക്കി വെള്ളവും വെച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ച് എടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ അത് തോട് തുറന്ന് ഇങ്ങനെ വരും. അതിനകത്തു നിന്നും നമ്മൾ കക്കയുടെ ഇറച്ചിയെടുക്കുക. ഇറച്ചിയെടുത്തതിന് ശേഷം അതിൻ്റെ അഴുക്കെടുത്ത് മാറ്റുക. അഴുക്കെടുത്ത് മാറ്റിയ കക്ക ഇറച്ചിയാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. കക്ക റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ: 2 സവാള കൊത്തിയരിഞ്ഞ് വെച്ചത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. ഇനി മസാല: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകപ്പൊടി, കടുക്, മുളക്, നമ്മുടെ പ്രധാന ഐറ്റമായ കക്ക കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചത്, വെളിച്ചെണ്ണ. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിടുക. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളക് ഇടുക. വറ്റൽമുളകും ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം അതിലേക്ക് സവാള കൊത്തിയരിഞ്ഞത് ചേർക്കാം. അത് നന്നായി ഇളക്കുക. ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി അടച്ചു വയ്ക്കുക. കുറച്ച് വാടി വന്ന സവാളയിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു കുഴമ്പ് രൂപമാവുന്നത് വരെ കാത്തിരിക്കുക. സവാളയും തക്കാളിയും പച്ചമുളകും വഴട്ടി കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 1/4 സ്പൂൺ പെരുംജീരകപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറ്റുക. ഈ കക്ക ഇറച്ചി എപ്പോഴും നമ്മൾ കൊണ്ടുവന്ന് വൃത്തിയാക്കി വേവിക്കുമ്പോൾ അതിനകത്ത് മണ്ണുണ്ടാവും. അതിനാൽ 7-10 പ്രാവശ്യം നന്നായി വൃത്തിയാക്കി വൃത്തിയോടെ കഴുകിയെടുക്കുക. എന്നെങ്കിൽ മാത്രമേ അതിലെ മണ്ണും അഴുക്കും ഒക്കെ പോകത്തുള്ളൂ. കക്ക ഇറച്ചിയുടെ അഴുക്കെടുത്തില്ലെങ്കിൽ വയറ്റിന് അസുഖങ്ങൾ ഉണ്ടാവും. അതിനാൽ നന്നായി കക്ക ഇറച്ചി വൃത്തിയാക്കി എടുക്കണം. ഇനി മസാലക്കൂട്ടിലേക്ക് നമുക്ക് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച കക്ക ഇറച്ചി ചേർക്കാം. അതിനുശേഷം അവ നന്നായി ഇളക്കി മസാല അതിൽ പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി അടച്ചു വെച്ച് കക്ക വേവിക്കുക.
കക്ക വെന്ത് മസാലയും കൂടി ചേർന്ന് ഒരു കുഴമ്പ് രൂപമാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങാം. അപ്പോഴേക്കും നമ്മുടെ കക്ക റോസ്റ്റ് തയ്യാറായിരിക്കും. ചിലവർ ഇതിനകത്ത് തേങ്ങാക്കൊത്തിടാറുണ്ട്. ഞാനിതിൽ തേങ്ങാക്കൊത്തിട്ടിട്ടില്ല. തേങ്ങാക്കൊത്തിട്ടാൽ നന്നായിരിക്കും. ഇനി ഇത് അടച്ച് വെച്ച് കക്ക വേവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം.